ശുദ്ധമായ ബട്ടർ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് പാട് ഉറയിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മീതെ കുറച്ച് പച്ച കരിവേപ്പില ഇടുന്നുണ്ട്, ഒരു മണത്തിന് വേണ്ടിയാണ്. നമുക്കിനി ഇത് മിക്സിയിലോട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്, ഉണ്ടല്ലേ. നമുക്കിനി ഒരു സ്വല്പം വെള്ളം ചേർത്ത് ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇത്രയും എണ്ണ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളത്തിലോട്ടിടാം. വെള്ളത്തിലിട്ട് അതിൻ്റെ പുളിയൊക്കെ അങ്ങ് പോകും. നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിട്ട് കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ നിറം ഒരു വെള്ള കളറായിട്ടുണ്ട്. അതിന് വെണ്ണയ്ക്കകത്ത് പുളിരസം എല്ലാം ഇറങ്ങിയതാണ്, കണ്ടില്ലേ. ഇനി നമുക്കിത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഈ വെള്ളത്തിൽ നിന്നെടുത്ത് എയർടൈറ്റുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കുട്ടികൾക്കും നമുക്ക് വെണ്ണയുടെ ആവശ്യമുള്ള സമയത്തൊക്കെ ഇതെടുക്കാവുന്നതാണ്. വീട്ടിൽ പാല് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാട മാത്രം ഉറയൊഴിച്ചാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം അരിഞ്ഞെടുക്കാം. എല്ലാ ആഴ്ചയിലും അരിഞ്ഞെടുക്കുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ലും കിട്ടും. കരിവേപ്പില ഇടുന്നത് കൊണ്ട് ആ ഒരു ഉളുമ്പുവാടയെല്ലാം അങ്ങ് പോകുന്നതാണ്. നല്ലൊരു മോരിനായാലും നല്ലൊരു മണമാണ് കിട്ടുന്നത്. ആ മോരെടുത്ത് നമുക്ക് ഒഴിച്ചുകൂട്ട് തന്നെ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ കുടിക്കാൻ എടുക്കാം.